എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഈ വർഷത്തെ LDC LGS പരീക്ഷകൾക്കായിട്ട് നമ്മൾ മുൻകാല ചോദ്യപേപ്പറുകൾ നോക്കി വരികയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കേരള PSC 2018 നടത്തിയ ഒരു LGS പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 62/2018. നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടാത്ത ഇന്ത്യൻ സംസ്ഥാനം. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടാത്ത ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഹരിയാന. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കൊടുമുടി. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കൊടുമുടി. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മൗണ്ട് K2. ഗംഗയുടെ പോഷക നദി. ഗംഗയുടെ പോഷക നദി. ഓപ്ഷൻ ഡി, കോസി. താഴെ പറയുന്നതിൽ മാംഗനീസിൻ്റെ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനം. താഴെ പറയുന്നതിൽ മാംഗനീസിൻ്റെ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനം. ഓപ്ഷൻ ബി, ഒഡീഷ. കൊങ്കൺ റെയിൽവേ പ്രവർത്തനം പൂർത്തിയാക്കിയ വർഷം. കൊങ്കൺ റെയിൽവേ പ്രവർത്തനം പൂർത്തിയാക്കിയ വർഷം. ഓപ്ഷൻ എ, 1998. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്. ഓപ്ഷൻ ബി, കറുത്ത മണ്ണ്. ഒറീസയിലെ ഒരു പ്രധാന തുറമുഖം. ഒറീസയിലെ ഒരു പ്രധാന തുറമുഖം. ഓപ്ഷൻ ഡി, പാരദ്വീപ്. കാപ്പി കൃഷിയിൽ ലോകത്ത് ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? കാപ്പി കൃഷിയിൽ ലോകത്ത് ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? ഓപ്ഷൻ എ, 6. ഇന്ത്യയിൽ ആദ്യത്തെ പരുത്തി മിൽ സ്ഥാപിച്ചത് എവിടെ? ഇന്ത്യയിൽ ആദ്യത്തെ പരുത്തി മിൽ സ്ഥാപിച്ചത് എവിടെ? ഓപ്ഷൻ എ, മുംബൈ. ഇന്ത്യയിലെ വ്യോമഗതാഗതം ആരുടെ നിയന്ത്രണത്തിലാണ്? ഇന്ത്യയിലെ വ്യോമഗതാഗതം ആരുടെ നിയന്ത്രണത്തിലാണ്? ഓപ്ഷൻ ഡി, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. 2016 ഡിസംബറിൽ തമിഴ്നാട് ആന്ധ്ര തീരങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ്. 2016 ഡിസംബറിൽ തമിഴ്നാട് ആന്ധ്ര തീരങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ്. ഓപ്ഷൻ ഡി, വർധ. റിയോ ഡി ജനീറോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ താരം. റിയോ ഡി ജനീറോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ താരം. ഓപ്ഷൻ സി, PV സിന്ധു. ബ്രിക്സ് ഉച്ചകോടിക്ക് 2016 ഒക്ടോബറിൽ സാക്ഷ്യം വഹിച്ച ഇന്ത്യൻ നഗരം. ബ്രിക്സ് ഉച്ചകോടിക്ക് 2016 ഒക്ടോബറിൽ സാക്ഷ്യം വഹിച്ച നഗരം. ഓപ്ഷൻ ബി, പനാജി. 2023 ബ്രിക്സ് ഉച്ചകോടി നടന്നത് സൗത്ത് ആഫ്രിക്കയിലെ ജോഹാനസ്ബർഗിലാണ്. 2024 ബ്രിക്സ് ഉച്ചകോടി നടക്കാൻ പോകുന്നത് റഷ്യയിലെ കസാനിലാണ്. ഫെബ്രുവരി 15-ാം തീയതി ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളുടെ എണ്ണം. ഫെബ്രുവരി 15-ാം തീയതി ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളുടെ എണ്ണം. ഓപ്ഷൻ സി, 104. ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നം. ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നം. ഓപ്ഷൻ എ, ചീറ്റപ്പുലി. 2023 ഇന്തോനേഷ്യയിൽ വെച്ച് നടന്ന അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നം ബക്കൂയ എന്ന കാണ്ടാമൃഗമാണ്. കേരളത്തിലാദ്യത്തെ പേയ്മെൻറ്റ് ജില്ല. കേരളത്തിലാദ്യത്തെ പേയ്മെൻറ്റ് ജില്ല. ഓപ്ഷൻ സി, മലപ്പുറം. കസ്തൂരി രംഗൻ കമ്മീഷൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടാണ് നിയോഗിക്കപ്പെട്ടത്? കസ്തൂരി രംഗൻ കമ്മീഷൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ് നിയോഗിക്കപ്പെട്ടത്? ഓപ്ഷൻ ബി, പരിസ്ഥിതി. GSTയിൽ ഉൾപ്പെട്ട നികുതികളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. GSTയിൽ ഉൾപ്പെട്ട നികുതികളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം, സാധന സേവന നികുതി. പോക്സോ നിയമത്തിൻ്റെ ഉദ്ദേശം. പോക്സോ നിയമത്തിൻ്റെ ഉദ്ദേശം. ഓപ്ഷൻ ബി, കുട്ടികൾക്കെതിരെയുള്ള അക്രമം തടയൽ. ഇന്ത്യയിൽ കള്ളപ്പണം തടയുന്നതിനായി നോട്ട് നിരോധനം പ്രഖ്യാപിച്ചതെന്ന്. ഇന്ത്യയിൽ കള്ളപ്പണം തടയുന്നതിനായി നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത് എന്ന്. ഓപ്ഷൻ ഡി,
2016 നവംബർ 8. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ സമരം നയിച്ചതാര്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ സമരം നയിച്ചതാര്? ഓപ്ഷൻ സി ബീഗം ഹസ്രത്ത് മഹലാണ് ഉത്തരം. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ഓപ്ഷൻ എ ദാദാഭായ് നവറോജി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെട്ട സ്ഥലം? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെട്ട സ്ഥലം? ഓപ്ഷൻ ബി ബംഗാൾ. പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ? പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ? ഓപ്ഷൻ ഡി ആത്മാറാം പാണ്ഡുരംഗ്. ലാലാ ലജ്പത് റായ് നേതൃത്വം കൊടുത്ത പത്രം? ലാലാ ലജ്പത് റായ് നേതൃത്വം കൊടുത്ത പത്രം? ഓപ്ഷൻ ഡി വന്ദേ മാതരം. ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഖേഡ കർഷക സമരം നടന്ന വർഷം? ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഖേഡ കർഷക സമരം നടന്ന വർഷം? ഓപ്ഷൻ ബി 1918. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം? ഓപ്ഷൻ എ ലാഹോർ. താഴെ പറയുന്നതിൽ പോർച്ചുഗലിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശമേത്? താഴെ പറയുന്നതിൽ പോർച്ചുഗലിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശം ഏത്? ഓപ്ഷൻ സി ദാമൻ. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി ഫസൽ അലി. വി പി മേനോൻ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? വി പി മേനോൻ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി നാട്ടുരാജ്യ സംയോജനം. രാഷ്ട്രവും പൗരനും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന പൗരത്വ നിർവചനം നൽകിയ ചിന്തകൻ? രാഷ്ട്രവും പൗരനും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന പൗരത്വ നിർവചനം നൽകിയ ചിന്തകൻ? ഓപ്ഷൻ സി അരിസ്റ്റോട്ടിൽ. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയതാരാണ്? ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയതാരാണ്? ഓപ്ഷൻ എ മാഡം ബിക്കാജി കാമ. ഭാരതമാത എന്ന ചിത്രം വരച്ചതാര്? ഭാരതമാത എന്ന ചിത്രം വരച്ചതാരാണ്? ഓപ്ഷൻ സി അബനീന്ദ്രനാഥ ടാഗോർ. ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ എന്തിനെയാണ് സൂചിപ്പിച്ചത്? ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ എന്തിനെയാണ് സൂചിപ്പിച്ചത്? ഓപ്ഷൻ ഡി ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ. ത്രിവർണ പതാക ദേശീയ പതാകയായി സ്വീകരിച്ച വർഷം? ത്രിവർണ പതാക ദേശീയ പതാകയായി സ്വീകരിച്ച വർഷം? ഓപ്ഷൻ ബി 1947. 2005 ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു സുപ്രധാന നിയമം? 2005 ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു സുപ്രധാന നിയമം? ഓപ്ഷൻ സി വിവരാവകാശ നിയമം. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന ദിവസം? ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന ദിവസം? ഓപ്ഷൻ എ നവംബർ 11. താഴെ പറയുന്നതിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സംഭവം ഏത്? താഴെ പറയുന്നതിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സംഭവം ഏത്? ഓപ്ഷൻ ബി ഫ്രഞ്ച് വിപ്ലവം. സാരേ ജഹാംസെ അച്ഛ എന്ന ഗാനം രചിച്ചതാര്? സാരേ ജഹാംസെ അച്ഛ എന്ന ഗാനം രചിച്ചതാരാണ്? ഓപ്ഷൻ ഡി മുഹമ്മദ് ഇക്ബാൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ അരുൺകുമാർ മിശ്രയാണ് ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. തമിഴ്നാടുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ല? തമിഴ്നാടുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ല? ഓപ്ഷൻ ബി കോട്ടയം. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം? കേരളത്തിലെ
ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം? ഓപ്ഷൻ സി 2695 മീറ്റർ. കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം. കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം. ഓപ്ഷൻ എ മരുപ്രദേശം. കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല. കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല. ഓപ്ഷൻ ഡി വയനാട്. പരിസ്ഥിതി ടൂറിസത്തിൽ ഉൾപ്പെടാത്ത സ്ഥലം ഏത്? പരിസ്ഥിതി ടൂറിസത്തിൽ ഉൾപ്പെടാത്ത സ്ഥലം ഏത്? ഓപ്ഷൻ ബി വാഗമൺ. നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഏഴിമല ഏത് ജില്ലയിലാണ്? നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഏഴിമല ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി കണ്ണൂർ. താഴെ പറയുന്നതിൽ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? താഴെ പറയുന്നതിൽ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഷൊർണൂർ. ആയോധനകലയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത്? ആയോധനകലയുടെ മാതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ കളരി. വിഴിഞ്ഞം തുറമുഖ പദ്ധതി താഴെ പറയുന്നതിൽ ഏത് ഗണത്തിൽപ്പെടുന്നു? വിഴിഞ്ഞം തുറമുഖ പദ്ധതി താഴെ പറയുന്നതിൽ ഏത് ഗണത്തിൽപ്പെടുന്നു? ഓപ്ഷൻ ബി സംയുക്ത മേഖല. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണുന്ന ധാതു ഏത്? കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണുന്ന ധാതു ഏത്? ഓപ്ഷൻ സി മോണസൈറ്റ്. കേരള സിംഹം എന്ന ചരിത്ര നോവലിൽ പരാമർശിക്കുന്ന വ്യക്തി ആര്? കേരള സിംഹം എന്ന ചരിത്ര നോവലിൽ പരാമർശിക്കുന്ന വ്യക്തി ആര്? ഓപ്ഷൻ ബി പഴശ്ശിരാജ. കേരളത്തെ ഒരു ഭ്രാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിക്കാൻ കാരണം? കേരളത്തെ ഒരു ഭ്രാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിക്കാൻ കാരണം? ഓപ്ഷൻ ഡി ജാതി സമ്പ്രദായം. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാര്? മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാര്? ഓപ്ഷൻ എ ആനി ബസന്റ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാവ്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാവ്? ഓപ്ഷൻ സി ടി കെ മാധവൻ. വി ടി ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച പ്രസ്ഥാനം? വി ടി ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച പ്രസ്ഥാനം? ഓപ്ഷൻ ഡി യോഗക്ഷേമ സഭ. മലയാളി മെമ്മോറിയൽ നടന്ന വർഷം? മലയാളി മെമ്മോറിയൽ നടന്ന വർഷം? ഓപ്ഷൻ സി 1891. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി അരുവിപ്പുറം ക്ഷേത്രം. കുഞ്ഞൻ പിള്ള എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? കുഞ്ഞൻ പിള്ള എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ? മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ? ഓപ്ഷൻ ഡി വില്യം ലോഗൻ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ്റെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ്റെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? ഓപ്ഷൻ സി മലബാർ. മാത്സ് ചോദ്യങ്ങൾ നമുക്ക് അവസാനം നോക്കാം. അടുത്ത ചോദ്യം, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ ചാർജില്ലാത്ത കണം ഏത്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ ചാർജില്ലാത്ത കണം ഏത്? ഓപ്ഷൻ ബി ന്യൂട്രോൺ. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമേത്? ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമേത്? ഓപ്ഷൻ ഡി ചൊവ്വ. സൂര്യപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏത്? സൂര്യപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏത്? ഓപ്ഷൻ എ പ്രകീർണനം. ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ എ അലൂമിനിയം.
വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗത എത്ര? വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗത എത്ര? ഓപ്ഷൻ സി 340 മീറ്റർ പെർ സെക്കൻഡ്. പവറിൻ്റെ യൂണിറ്റ് ഏത്? പവറിൻ്റെ യൂണിറ്റ് ഏത്? ഓപ്ഷൻ ബി ജൂൾ പെർ സെക്കൻഡ്. ഘനജലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏത്? ഘനജലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏത്? ഓപ്ഷൻ എ ഡ്യൂട്ടീരിയം. ഖരവസ്തുക്കളിൽ താപം പ്രസരിക്കുന്നത് ഏത് പ്രക്രിയ മൂലമാണ്? ഖരവസ്തുക്കളിൽ താപം പ്രസരിക്കുന്നത് ഏത് പ്രക്രിയ മൂലമാണ്? ഓപ്ഷൻ സി ചാലനം. പാചക ഇന്ധനമായ LPGയുടെ മുഖ്യ ഘടകം ഏത്? പാചക ഇന്ധനമായ LPGയുടെ മുഖ്യ ഘടകം ഏത്? ഓപ്ഷൻ ഡി ബ്യൂട്ടൈൻ. അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം ഏത്? അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം ഏത്? ഓപ്ഷൻ സി ഗാമ കിരണം. പരമ്പരാഗത കൃഷിരീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കാനായി നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക ആര്? പരമ്പരാഗത കൃഷിരീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കാനായി നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക ആര്? ഓപ്ഷൻ സി വന്ദന ശിവ. എംഫിസീമ എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം ഏത്? എംഫിസീമ എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം ഏത്? ഓപ്ഷൻ ഡി ശ്വാസകോശം. ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം ഏത്? ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം ഏത്? ഓപ്ഷൻ സി ചിക്കൻ പോക്സ്. ക്യൂനിക്കൾച്ചർ ഏത് ജീവികളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടതാണ്? ക്യൂനിക്കൾച്ചർ ഏത് ജീവികളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി മുയൽ. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമേത്? വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം? ഓപ്ഷൻ എ കണ. പക്ഷി നിരീക്ഷകനായ സലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം എവിടെയാണ്? പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം എവിടെയാണ്? ഓപ്ഷൻ ബി തട്ടേക്കാട്. ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ നാണ്യവിളകളിൽ പെട്ടത് ഏത്? ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ നാണ്യവിളകളിൽ പെട്ടത് ഏത്? ഓപ്ഷൻ എ പരുത്തി. കേന്ദ്ര സമുദ്രജല മത്സ്യഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേന്ദ്ര സമുദ്രജല മത്സ്യഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ഡി കൊച്ചി. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത്? യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻ സി തൈമോസിൻ. കേരളം 60-ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? കേരളം 60-ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ഓപ്ഷൻ ബി ആർദ്രം. അടുത്തതായി മാത്സ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. 225, 196, ഡാഷ് 144, 121 വിട്ട സംഖ്യ ഏത്? ഓപ്ഷൻ ഡി 169. ഒറ്റയാനെ കണ്ടെത്തുക. വൃത്തം, ചതുരം, സിലിണ്ടർ, ഗോളം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ചതുരം. കോഡ് ഉപയോഗിച്ച് വാച്ച് എന്ന വാക്കിനെ YCVEJ എന്നെഴുതാമെങ്കിൽ ക്ലോക്ക് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? ഓപ്ഷൻ ബി ENQEM. ഒരു വരിയിൽ രാമു മുന്നിൽ നിന്ന് 18-മനാണ്, പിന്നിൽ നിന്നും 16-മനുമാണ് എങ്കിൽ വരിയിൽ എത്ര പേരുണ്ട്? ഓപ്ഷൻ എ 33. 5,48,497 എന്ന സംഖ്യയിൽ 8ന്റെ സ്ഥാനവിലയെ മുഖവില കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം എത്ര? ഓപ്ഷൻ സി 1000. ഒരു അച്ഛൻ്റെയും മകൻ്റെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 52 ആണ്. 10 വർഷം മുമ്പ് അവരുടെ വയസ്സുകളുടെ തുക എത്രയായിരുന്നു? ഓപ്ഷൻ എ 32. ഒരു മാസം 1-ാം തീയതി ബുധനാഴ്ചയാണ് എങ്കിൽ ആ മാസം 24-ാം തീയതി ഏതാഴ്ചയാണ്? ഓപ്ഷൻ ബി വെള്ളി.
18/24 സമം ക്വസ്റ്റ്യൻ മാർക്ക് ബൈ 4. ഇതിൽ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്തെ അക്കം എത്ര? ഓപ്ഷൻ ബി 3. പ്ലസ് ഗുണനത്തെയും മൈനസ് ഹരണത്തെയും ഇൻറ്റു സങ്കലനത്തെയും ഹരണം വ്യവകലനത്തെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ 15 + 9 - 3 × 2 ഹരണം 4ൻ്റെ വില എത്ര? ഓപ്ഷൻ എ 43. 1, 2, 4, 8, 16 ഡാഷ് ഈ ശ്രേണിയിലെ 10ാം സംഖ്യ ഏത്? ഓപ്ഷൻ ഡി 512. മനു ഒരു പേന 225 രൂപയ്ക്ക് വാങ്ങി അത് മധുവിന് 125 രൂപയ്ക്ക് വിറ്റു. എങ്കിൽ മനുവിന് കിട്ടുന്നത് ലാഭമോ നഷ്ടമോ എത്ര രൂപ? ഓപ്ഷൻ ഡി നഷ്ടം 100 രൂപ. 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ ശരാശരി എത്ര? ഓപ്ഷൻ സി 10.5. 5 ലക്ഷത്തിൻ്റെ പകുതി എന്ത്? ഓപ്ഷൻ സി 2.25 ലക്ഷം. 12, 15, 18 എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര? ഓപ്ഷൻ സി 180. 8നെ 1/4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? ഓപ്ഷൻ സി 32. 0.27നെ 1ൽ നിന്ന് കുറച്ചാൽ ഉത്തരം എത്ര? ഓപ്ഷൻ ബി 0.73. സ്ക്വയർ റൂട്ട് ഓഫ് 30 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 30 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 32 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 15 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 1ൻ്റെ വില എത്ര? ഓപ്ഷൻ എ 6. ഒരു കാർ 40 km/മണിക്കൂർ വേഗത്തിൽ 15 മിനിറ്റ് സഞ്ചരിക്കുന്നുവെങ്കിൽ കാർ എത്ര ദൂരം സഞ്ചരിച്ചു? ഓപ്ഷൻ ബി 10 കിലോമീറ്റർ. ഒരു കുട്ടി ഒരു സംഖ്യ 10 കൊണ്ട് ഹരിക്കേണ്ടതിന് പകരം 10 കൊണ്ട് ഗുണിച്ചുപോയി. അപ്പോൾ കിട്ടിയ ഉത്തരം 400 ആണ്. എന്നാൽ കുട്ടിക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ട ഉത്തരം എത്ര? ഓപ്ഷൻ എ 4. ഒരു സഞ്ചിയിൽ 13 7/25 കിലോഗ്രാം അരിയും 8 4/25 കിലോഗ്രാം ഗോതമ്പും 3 6/25 കിലോഗ്രാം പഞ്ചസാരയുമുണ്ട്. ഇതിൽ നിന്നും 3 4/25 കിലോഗ്രാം അരിയും 2 1/25 കിലോഗ്രാം ഗോതമ്പും 6/25 കിലോഗ്രാം പഞ്ചസാരയും എടുത്താൽ ശേഷിക്കുന്നവയുടെ ആകെ ഭാരം എത്ര? ഓപ്ഷൻ ബി 19 6/25. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.